കുഴപ്പമില്ല, നല്ല ചേച്ചി രണ്ടോ? ഇല്ല, നല്ല പടമായിരുന്നു. എടുത്തു പറയാനായിട്ട് ഇപ്പോൾ പൃഥ്വിരാജും ബേസിലൊക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു കോംബോ ആയിരുന്നു. രണ്ട് വാക്ക് എങ്ങനെയാണ്? നല്ല പടം. നല്ല പടമായിരുന്നു, എൻ്റർടൈനിങ് ആയിരുന്നു. എന്താണ് എടുത്തു പറയാനായിട്ട്? കൊള്ളായിരുന്നു. പൃഥ്വിരാജും ബേസിലൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? നല്ല രീതി ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല കോമഡി ആയിരുന്നു, എൻഗേജിങ് ആയിരുന്നു. പൃഥ്വിരാജ് ബേസിലൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആക്ടിങ് ആയിരുന്നു, കുഴപ്പമില്ല. ഫുൾ കോമഡി, നല്ല പടം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? നല്ല ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജും ബേസിലൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജും ബേസിലൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ പടം കൊള്ളാം, സൂപ്പർ പടം. പൃഥ്വിരാജ് ബേസിലൊക്കെ സൂപ്പർ പടം, സൂപ്പർ ഹിറ്റ് ആവും. ഓക്കെ. എന്താണ് എടുത്തു പറയാനായിട്ട്? എല്ലാവരും കോമഡി, സൂപ്പർ കോമഡി, ഒരു ലാഗിങ് ഇല്ല. ആദ്യം തൊട്ട് അവസാനം വരെയും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അടിപൊളിയാണ്, സൂപ്പർ. എടുത്തു പറയാനായിട്ട് ഫുൾ 2-2.5 മണിക്കൂർ ചിരിച്ചിരിക്കാം, അത്ര തന്നെ. ഓ സൂപ്പർ. എടുത്തു പറയാനായിട്ട് എല്ലാവരും നൈസായിരുന്നു, കോമഡി ആയിരുന്നു. ശരി, അടിപൊളി മൂവിയായിരുന്നു. നല്ല ഫാമിലി എൻ്റർടൈനറാണ്, എല്ലാവരും വന്ന് കാണും. പൃഥ്വിരാജ് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആദ്യമായിട്ട് ഇത്രയും നല്ല രീതിയിൽ കോമഡി ചെയ്യുന്നത്. ബേസിൽ നന്നായി ചെയ്തിട്ടുണ്ട്, പക്ഷേ പൃഥ്വിരാജ് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടുവായിരുന്നു, സെക്കൻഡ് ഹാഫിനേക്കാൾ നല്ല കോമഡിയാണ്. ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളി പടം, നല്ല അടിപൊളി ഫിലിമായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഒരു വേറിട്ടൊരു ക്യാരക്ടറായിരുന്നു. വെരി ഹ്യൂമറസ്. കൊള്ളാം, എൻജോയ് ചെയ്തു. കൊള്ളാം, നല്ല സിനിമ. കുറേ സമയം മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റി. നല്ല സിനിമ. ഓ കൊള്ളാം, നല്ല സിനിമ. സിനിമയായിരുന്നു, നല്ല സിനിമ. എടുത്തു പറയാൻ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഒരു ബ്രോഡാഡി സ്റ്റൈലിൽ എടുത്ത ആ ഒരു കോമഡി, പിന്നെ ബേസിൽ അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവസാനം സർപ്രൈസ് സോങ്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പറയുന്നത് ശരിയല്ല. ആ സോങ്ങിനൊപ്പം ഉള്ള ആക്ഷൻസും ആ സീക്വൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. നന്നായിരുന്നു, കൊള്ളാം. നല്ല ആക്ടേഴ്സൊക്കെ നല്ല രീതിയിലായിരുന്നു, നല്ല ഫംഗ്ഷനിൽ കൊള്ളാം. പടം നല്ല പടം, ഫാമിലീസിന് കണ്ട് വന്ന് ചിരിക്കാൻ പറ്റിയൊരു അങ്ങനെ നല്ല പടം. പെർഫോമൻസ് നോക്കാൻ പറ്റിയൊരു സിനിമ അല്ല അത്. അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം, അങ്ങനെയുള്ളൂ. നല്ല പടമാണ്. ഇപ്പം എന്നിട്ട് പറയാം, ബേസിൽ കുഴപ്പമില്ല. പക്ഷെ പൃഥ്വിരാജാണ് കുറച്ചുകൂടി സ്ക്രീൻ പ്രസൻസ് കുറച്ച് പൃഥ്വിരാജിനാണ് കേട്ടോ. കാണേണ്ട പടം, ബാക്കി റിവ്യൂ വൈശാഖ് പറയും. സൂപ്പർ സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജ് നല്ല ചെയ്തിട്ടുണ്ട്. ബേസിൽ ടിപ്പിക്കൽ ബേസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നല്ല സൂപ്പർ, നല്ല കഥയൊക്കെ ആയിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ സന്തോഷമായി. പടം കണ്ടല്ല, സൂപ്പറായി. നല്ല കോമഡി ആയിട്ടായിരുന്നു. കോമഡി കൊണ്ട് കൊള്ളാം. ഓ നല്ലായിരുന്നു. നല്ലായിരുന്നു. സൂപ്പർ തന്നെ. സൂപ്പർ നല്ല കോംബോ ആണ്, ഫാമിലിക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ടായിരുന്നു? പൃഥ്വിരാജും ബേസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിലും ഇതും കൂടെ അവർ ജസ്റ്റ് ഗുരുവായൂർ പോയൊരു ഫീലിംഗായിരുന്നു. പിന്നെ നന്ദനത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഫീലിംഗിൽ കണ്ടീഷൻ വരുന്നുണ്ട്. നല്ല മൂവിയാണ്. പൃഥ്വിരാജും ബേസിലും അവിടെ എല്ലാവരും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി അത്യാവശ്യം ഉണ്ട് തന്നെ. ഫസ്റ്റ് ഹാഫ് ഉണ്ട്, സെക്കൻഡ് ഹാഫിന് കോമഡിയാണ്. നല്ല മൂവിയായിരുന്നു. അമ്പലനടയിൽ ചേച്ചി രണ്ടു വാക്ക്. ഓക്കെ, എടുത്തു പറയാനായിട്ട് എന്താ ഉള്ളത് സിനിമയിൽ? പൃഥ്വിരാജ് നമ്മുടെ ബേസിൻ്റെ കോംബോ ആണ്, സൂപ്പറായിട്ട്. ഓക്കെ, എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോമഡി ഉണ്ടായിരുന്നു, ഫാമിലിയായിട്ട് കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു? അമ്പലനടയിൽ എങ്ങനെയുണ്ട്? ഗുരുവായൂർ അമ്പലനടയിൽ നമ്മളെ പൃഥ്വിരാജ് ബേസ് ജോസഫ് കോംബോ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു നല്ല കോമഡി, ഒരു ലാസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും ആർക്കും വന്ന് കാണാം. നല്ല മൂവിയാണ്, ഒരു ഫൺ പാക്ക് തന്നെയാണ്. അതെ, നല്ല എൻഗേജിങ് ആണ്, നല്ല മൂവിയാണ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പടം? എന്താണ് എടുത്തു പറയാനായിട്ട് എന്താ ഉള്ള സിനിമയിൽ? പക്ക എൻ്റർടൈൻമെൻറ്റ്, നമുക്കൊരു റിലാക്സ് ചെയ്ത് പോയിരുന്നു, ടെൻഷനൊന്നും ഇല്ലാണ്ട് കാണാൻ പറ്റിയ ഫീൽ ഗുഡ് മൂവി. ഓക്കെ, പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നടന്നു.
കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഓക്കെ. എന്താണ് പൃഥ്വിരാജ് ബേസിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ നന്നായി, രണ്ട് നന്നായി. ആ എന്നാണ് എടുത്ത് പറയാനായിട്ടാണോ? ബേസിലും പൃഥ്വിരാജ് എങ്ങനെയുണ്ട്? ബേസിലും പൃഥ്വിരാജ് നല്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു. അനശ്വരയൊക്കെ കൊള്ളായിരുന്നു, നല്ല ഫാമിലി എന്റർടൈനിങ്. നല്ല അഭിപ്രായം, നല്ലതായിരുന്നു. നല്ല സൂപ്പർ. കൊള്ളാം, കണ്ടിരിക്കാം. കോമഡി കൊള്ളാം, ചിരിക്കാം, ചിരിക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ചിരിച്ചു ചത്തു. നല്ലതായിരുന്നു. ബേസിലിന്റെ അഭിനയം പൃഥ്വിരാജ് നല്ലതായിരുന്നു. നല്ല കോമഡിയാണ്. കൊള്ളാം, നല്ല പെർഫോമൻസ്. കൊള്ളാം, നല്ല പടം. നല്ല പടം, അടിപൊളിയായിട്ടുണ്ട്. मजा आ गया. एक नंबर मूवी है भाई, देखते रह गए, पूरी एनर्जी पे एनर्जी है. पृथ्वीराज का आई थिंक ऐसा है, एक नंबर है, कुछ बोलने का बचा ही नहीं है. एक नंबर. हम सीट से जंप कर रहे थे यार, दो बंदे होते तो हम भी जंप करके ऊपर चढ़ जाते. एक नंबर मूवी, फुल फन पैक है. सबटाइटल होता तो थोड़ा और मजा आ जाता, बट चलिए देखते हैं. मूवी कैसा है? നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ഇഷ്ടപ്പെട്ടതോ? ലൈക്ക് ഫീൽ ഗുഡ് മൂവിയാണെന്ന്, ഫാമിലിക്ക് എല്ലാവർക്കും പറ്റിയ മൂവിയാണ്. നല്ലതായിരുന്നു. ഇപ്പൊ ഗുരുവായൂർ നമ്മൾ നല്ല പടമായിരുന്നു. അവർ രണ്ടുപേരുടെ കോംബോ അടിപൊളിയാണ്, ചിരിക്കാനൊക്കെ ഒരുപാടുണ്ട്. നല്ല പടമായിരുന്നു ഓവറോൾ. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. കോമഡി ആയിരുന്നു. പൃഥ്വിരാജ് കൊള്ളായിരുന്നു. കൊള്ളാം, നല്ല സിനിമ. എടുത്തു പറയാൻ നല്ല കോമഡി ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു.